ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ചോദ്യം ചെയ്യുന്നു. പ്രത്യേക അന്വേഷണ സംഘമാണ് രാഹുലിനെ ചോദ്യം ചെയ്യുന്നത്. നേരത്തെ രാഹുലിനെ വൈദ്യപരിശോധനയ്ക്കും വിധേയനാക്കിയിരുന്നു. അതീവ രഹസ്യമായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരായത്. വിശദാംശങ്ങളുമായി സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സാരംഗ്, കഴിഞ്ഞ ദിവസമാണ് ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചത്, മുൻകൂർ ജാമ്യം ലഭിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കർശനമായ ഉപാധികൾ കോടതി മുന്നോട്ട് വെച്ചിരുന്നു. അതായത് അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരാകണം, ലൈംഗിക ശേഷി പരിശോധനയ്ക്ക് വിധേയനാകണം, മറ്റു തെളിവുകൾ ഉൾപ്പെടെ ഹാജരാക്കണമെന്ന കൃത്യമായ നിർദ്ദേശമുള്ളതാണ്. ഇപ്പോൾ ചോദ്യം ചെയ്യൽ മാത്രമാണോ നടക്കുന്നതോ മറ്റ് എന്തെങ്കിലും നടപടിക്രമങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുമോ? ടോമ, ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടം പേരൂർക്കടയിലുള്ള പോലീസ് ക്ലബ്ബിലേക്ക് ഹാജരാകാൻ വേണ്ടി എത്തിയത്. അതായത് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരായത്. പിന്നീട് മണിക്കൂറുകളോളം അവിടെ ചോദ്യം ചെയ്യൽ നടപടികൾ തുടർന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്ന AIG പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു ചോദ്യം ചെയ്യലും മറ്റും നടത്തിയത്. അതിനുശേഷം അവിടെ നിന്ന് പേരൂർക്കട സ്റ്റേഷനിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റുകയായിരുന്നു. ഇപ്പോഴും അദ്ദേഹത്തെ പേരൂർക്കട സ്റ്റേഷനിൽ തന്നെ തുടരുകയാണെന്നാണ് ലഭിക്കുന്ന വിവരം. ചോദ്യം ചെയ്യലിനൊപ്പം തന്നെ ഫ്ളാറ്റിലേക്ക് എത്തിച്ചത്, അതായത് തൃക്കണ്ണാപുരത്തുള്ള ഫ്ളാറ്റിലേക്ക്, ഈ ഒരു ബലാത്സംഗം നടന്നു എന്ന് പരാതിക്കാരി ഉന്നയിച്ച ഫ്ളാറ്റിലേക്കും തെളിവെടുപ്പിനായി അദ്ദേഹത്തെ കൊണ്ടുവരുമെന്ന് ഒരു വിവരം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സമയം വരെ അദ്ദേഹത്തെ സ്റ്റേഷനിൽ നിന്നും മറ്റേ തെളിവെടുപ്പിന് വേണ്ടി പുറത്തേക്ക് എത്തിച്ചിട്ടില്ല. അതിനൊപ്പം തന്നെ ഈ ഒരു ജാമ്യാപേക്ഷയിലടക്കം കൃത്യമായി നിർദ്ദേശം നൽകിയിരുന്നു. ഈ ഒരു ഫോൺ അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാക്കണം, അതിന്റെ പാസ്വേഡ് അടക്കം നൽകണം. കാരണം ഇത്തരത്തിലുള്ള ശാസ്ത്രീയ തെളിവുകളാണ് ഈ കേസിൽ കൂടുതലായും കേസിന് ബലം നൽകുക. ഒപ്പം തന്നെ അതിജീവിതയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലും മറ്റുമുള്ള പല വിവരങ്ങളും ഈ ഫോണുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. കാരണം ഈ ഒരു അതിജീവിതയുടെ പല ദൃശ്യങ്ങളും ഈ ഒരു ഫോണിലുണ്ട്. അത് പുറത്താക്കും, അല്ലെങ്കിൽ അത് ഈ ഒരു മറ്റ് വെബ്സൈറ്റ് വഴി അടക്കം പുറത്തേക്ക് എത്തിക്കുമെന്നടക്കമുള്ള ഗുരുതരമായ ആരോപണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം വരണമെങ്കിൽ ഈ ഒരു ഫോൺ ഹാജരാക്കേണ്ട സാഹചര്യമുണ്ട്. കോടതി ആ കാര്യത്തിലും ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നും നാളെയും മറ്റന്നാളുമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകാൻ വേണ്ടി നിർദ്ദേശം നൽകിയത്. ആവശ്യമെങ്കിൽ അറസ്റ്റ് ചെയ്യുമെങ്കിലും പിന്നീട് ജാമ്യത്തിൽ, അതായത് ഇപ്പോൾ ജാമ്യം നിലനിൽക്കുന്നു, മുൻകൂർ ജാമ്യം നിലനിൽക്കുന്നുണ്ട് തന്നെ പിന്നീടും ജാമ്യത്തിൽ വിട്ടയക്കുകയായിരിക്കും ചെയ്യുക. പക്ഷേ ഇന്ന് ഈ സമയം വരെ കടുത്ത നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. വൈദ്യപരിശോധന നടത്തേണ്ടതുണ്ട്, അതിനൊപ്പം തന്നെ ലൈംഗിക ശേഷി പരിശോധന നടത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു ഫ്ളാറ്റിലേക്ക് എത്തി തെളിവെടുപ്പ് നടത്താൻ പോലീസിന്റെ നീക്കമുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള നടപടിയിലേക്ക് ഇതുവരെ പോലീസ് കടന്നിട്ടില്ല. അതിനൊപ്പം തന്നെ പോലീസ് ക്ലബ്ബിൽ നിന്നും പേരൂർക്കട സ്റ്റേഷനിലേക്ക് മാറ്റിയത് പോലീസ് ക്ലബ്ബിന് സമീപത്ത് വെച്ച്, ആസ്ഥാനത്ത് വെച്ച് പുതിയ പോലീസ് വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ്, മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യുന്നൊരു ചടങ്ങുണ്ട്. അതിനാലാണ് അവിടെ നിന്നും പേരൂർക്കട സ്റ്റേഷനിലേക്ക് മാറ്റിയതെന്നാണ് ലഭിച്ച വിവരം. എന്ത് തന്നെയായാലും ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടം പേരൂർക്കട സ്റ്റേഷനിൽ തന്നെ തുടരുകയാണ്. വരുന്ന മണിക്കൂറുകളിലും ചോദ്യം ചെയ്യൽ നടപടികളിലും മറ്റ് കാര്യങ്ങളിലേക്കും പ്രത്യേക അന്വേഷണ സംഘം കടക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ടോം, സാരംഗ്, ഇവിടെ നമുക്കറിയാം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റ് കേസുകളുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്തപ്പോഴൊന്നും തെളിവുകൾ ഹാജരാക്കാൻ രാഹുൽ തയ്യാറായിരുന്നില്ല, ഫോണിലെ വിവരങ്ങൾ നൽകിയിരുന്നില്ല, പാസ്വേഡുകൾ കൈമാറിയിരുന്നില്ല. സ്വാഭാവികമായും ഈ ആദ്യ ബലാത്സംഗ കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത് ഡിജിറ്റൽ തെളിവുകളാണ്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഉൾപ്പെടെ പുറത്തു വന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൈവശവും ചില തെളിവുകളുണ്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പറയുന്നുമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ കേസ് അന്വേഷണത്തിൽ മൊബൈൽ ഫോണിലെ വിവരങ്ങളടക്കം ഏറെ നിർണായകമായിരിക്കുമല്ലോ. അത് കണ്ടെത്താൻ വേണ്ടിയുള്ള നീക്കം അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിനോട് ഫോൺ ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടോ? ഇതിനു മുൻപ് തന്നെ പോലീസ് ഫോൺ ഹാജരാക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ഫോൺ നൽകിയിരുന്നെങ്കിലും അതിലെ പാസ്വേഡ് നൽകിയിരുന്നില്ല എന്നാണ് ലഭിക്കുന്ന വിവരം.
ഇപ്പോഴും ഫോണ് കൈവശം തന്നെയാണ് ഉള്ളത്. ആ ഒരു ഫോണ് പോലീസിന് മുൻപാകെ ഹാജരാക്കിയിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. മാത്രമല്ല പാസ്വേഡ് നൽകാത്തതും പോലീസിന് വലിയൊരു തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. കാരണം ഈ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ഭൂരിഭാഗം ഇവർ തമ്മിലുള്ള സംഭാഷണങ്ങൾ കൂടുതലും ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ വഴിയും മറ്റുമായിരുന്നു കൂടുതലും ഇവർ തമ്മിലുള്ള സംഭാഷണം നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഭീഷണികളും മറ്റ് സംസാരങ്ങളും എല്ലാം ഈ ഒരു ഫോൺ വഴി ആയതുകൊണ്ട് തന്നെ ഈ തെളിവുകൾ ശേഖരിക്കേണ്ടത് ഈ കേസ് നിലനിൽക്കുന്നതിൽ വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അതിനൊപ്പം തന്നെ ഈ ഒരു ഗർഭചിത്രം അടക്കമുള്ള പല ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് നിർബന്ധിച്ചു എന്നും ഭീഷണിപ്പെടുത്തി എന്നും എന്നടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് അതിജീവിതയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇതെല്ലാം ഫോൺ വഴി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചാറ്റുകൾ വഴി അടക്കം ഈ ഒരു സംഭാഷണം നടന്നിട്ടുണ്ട് എന്നാണ് അതിജീവിത പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ ഈ ഒരു തെളിവുകൾ കണ്ടെത്തുകയാണെങ്കിൽ മാത്രമേ ഇത് കോടതിയിൽ എത്തിക്കുമ്പോൾ അത് കൃത്യമായി പോലീസിന് തെളിയിക്കാൻ സാധിക്കുകയുള്ളൂ. ഒപ്പം തന്നെ ഈ ഒരു മറ്റ് പ്രതികളിലേക്ക് അടക്കം, അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഗർഭചിത്രത്തിനടക്കം സഹായിച്ച പ്രതികളിലേക്കും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പലരിലേക്കും എത്തണമെങ്കിൽ ഈ ഒരു ഫോണ് പോലീസിന്റെ കൈവശം എത്തിയാൽ മാത്രമേ അത് സാധ്യമാകുള്ളൂ. കാരണം ശാസ്ത്രീയമായ തെളിവുകൾ മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ. അതല്ലാത്ത അതിനപ്പുറത്തേക്കുള്ളൊരു തെളിവുകൾ ഈ ഒരു കേസിൽ പോലീസിന് കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെയധികം ദുഷ്കരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പോലീസ് വളരെ മുൻകൂട്ടി തന്നെ കോടതി അടക്കം ധരിപ്പിച്ചത് ഈ ഫോൺ എത്തരത്തിലെങ്കിലും കൃത്യമായി പോലീസിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരണം. അതുമായി ബന്ധപ്പെട്ട പഴയ ചാറ്റുകൾ റിക്കവർ ചെയ്യുന്നതും ഒപ്പം ഫോൺ കോളുകളും ഇവർ തമ്മിലുള്ള ബന്ധത്തിന്റെ മറ്റ് തലങ്ങൾ അടക്കം മനസ്സിലാക്കണമെങ്കിൽ കോടതി അത് ബോധ്യപ്പെടുത്തണമെങ്കിൽ ഈ ഒരു ഫോണിലെ വിശദമായ ശാസ്ത്രീയമായ തെളിവുകൾ ഹാജരാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ആ ഒരു കാര്യത്തിലേക്കായിരിക്കണം പോലീസ് കൃത്യമായി ഇത്തരത്തിലുള്ള നിരീക്ഷണം ഏർപ്പെടുത്തുക. അതിനൊപ്പം തന്നെ ഒരു ശാസ്ത്രീയ പരിശോധനയ്ക്കൊപ്പം തന്നെ ഈ ഒരു തൃക്കണ്ണാപുരത്തെ ഫ്ളാറ്റിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. ആ തൃക്കണ്ണാപുരത്തെ ഫ്ളാറ്റിലും ഇന്ന് ഇത്തരത്തിലുള്ള പരിശോധന, അതായത് തെളിവെടുപ്പടക്കം നടത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഇതിലേത് തന്നെയായാലും ഫോണുമായി ബന്ധപ്പെട്ട വിഷയമാണ് പോലീസ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അത്തരം തെളിവുകൾ ലഭിച്ചാൽ മാത്രമേ വരുന്ന ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കാനും അന്വേഷണത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പോലീസ് ഇപ്പോൾ നിലവിൽ പോലീസ് സ്റ്റേഷനിൽ തുടർന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോൺ പരിശോധിക്കാനുള്ള ഒരു നീക്കമായിരിക്കും ഇപ്പോൾ നടത്തുന്നത്. ആദ്യ ബലാത്സംഗ കേസ്, ഇതില് ഗർഭചിത്ര ആരോപണം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഒരൊറ്റ ദിവസം മാത്രമായിരിക്കില്ലല്ലോ ചോദ്യം ചെയ്യൽ. വരും ദിവസങ്ങളിലും ചോദ്യം ചെയ്യൽ ഉണ്ടാകുമോ? അതോടൊപ്പം തന്നെ തെളിവെടുപ്പ്, ഫ്ളാറ്റിലേക്ക് ഈ ലൈംഗിക പീഡനത്തിന് ഇരയായി എന്ന് പറയപ്പെടുന്ന ആ സ്ഥലത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിക്കുമോ? ലൈംഗിക ശേഷി പരിശോധന ഉൾപ്പെടെ ഈ ഘട്ടത്തിൽ തന്നെ ഉണ്ടാകുമോ? ടോം, ഈ ഒരു കാര്യത്തിൽ വ്യക്തത ലഭിച്ചിട്ടില്ല. കാരണം 3 ദിവസം, ഇന്നും നാളെയും മറ്റന്നാളും ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകാൻ വേണ്ടി നിർദ്ദേശം ഹൈക്കോടതി തന്നെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും രാഹുൽ മാങ്കൂട്ടം ഹാജരാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ തിരക്ക് പിടിച്ച് എല്ലാ കാര്യങ്ങളും ഇന്ന് തന്നെ ചെയ്തു തീർക്കാനുള്ളൊരു സാഹചര്യം നിലവിൽ പോലീസിന് മുൻപിലില്ല. കൃത്യമായി സമയമെടുത്ത് ഇതിന്റെ കൃത്യമായ ശാസ്ത്രീയ തെളിവുകൾ അടക്കം ലഭിക്കുന്ന മുറയ്ക്ക് മാത്രമായിരിക്കും പോലീസ് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക. അതിന്റെ ഭാഗമായിട്ടായിരിക്കും ഈ ഫോണിന്റെ പരിശോധനയും മറ്റും നടത്തുക. ഇതിനൊപ്പം തന്നെ മാസത്തിലെ രണ്ടാമത്തെ ശനിയാഴ്ചയും പോലീസിന് മുൻപാകെ ഹാജരാകാനുള്ള നിർദ്ദേശമുണ്ട്. കൃത്യമായ സമയം, അതായത് കസ്റ്റഡിയിൽ എന്ന് പറയുമ്പോൾ, അതായത് ജാമ്യമുണ്ടെങ്കിൽ പോലും കസ്റ്റഡിയിൽ എന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടം ഉള്ളത്. കാരണം കർശനമായ ഉപാധികളോടുകൂടിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ജാമ്യം ലഭിച്ചു എന്നതിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ, അതായത് വലിയ ആനുകൂല്യങ്ങളൊന്നും തന്നെ അതിലില്ല. കൃത്യമായ നിർദ്ദേശങ്ങൾ, അത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആയിക്കോട്ടെ കോടതിയുടെ ആയിക്കോട്ടെ, അതെല്ലാം പിന്തുടർന്ന് മാത്രമേ ഈ ഒരു ജാമ്യ വ്യവസ്ഥ നിലനിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഹൈക്കോടതി ജാമ്യ വ്യവസ്ഥ അല്ലെങ്കിൽ ജാമ്യം റദ്ദാക്കാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘവുമായി എത്രയും നല്ല രീതിയിൽ സഹകരിച്ച് മുന്നോട്ട് പോകാനായിരിക്കും രാഹുൽ മാങ്കൂട്ടം ശ്രമിക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനൊപ്പം തന്നെ ഫ്ളാറ്റിലെ കാര്യം എന്ന് നോക്കുമ്പോൾ ഇന്ന് തന്നെ ഈ ഒരു പരിശോധന അല്ലെങ്കിൽ തെളിവെടുപ്പ് ഉണ്ടാകുമെന്നായിരുന്നു തുടക്കത്തിൽ അറിയിച്ചത്. പക്ഷേ ഇപ്പോഴും പേരൂർക്കട സ്റ്റേഷനിൽ തന്നെ അദ്ദേഹം തുടരുകയാണ്. ആ ഒരു തെളിവെടുപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു വൈദ്യപരിശോധനയിലേക്ക് ഇന്ന് പോലീസ് കടക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ വരും ദിവസങ്ങളിലും ഈ ഒരു പ്രക്രിയ, ഈ ഒരു നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചേ പറ്റുള്ളൂ. കാരണം കേസ് മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ഒരു പുരോഗതി അറിയിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ പോലീസ് ഉദാസീനത കാണിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ല. എത്രയും പെട്ടെന്ന് അത് ഫോണിലേക്കാണെങ്കിലും ഫ്ളാറ്റിലെ ഇത്തരത്തിലുള്ള പരിശോധന ആയിക്കോട്ടെ, അല്ലെങ്കിൽ വൈദ്യപരിശോധന, അല്ലെങ്കിൽ ലൈംഗിക ശേഷി പരിശോധിക്കുന്ന വിഷയമായിക്കോട്ടെ, ഇതിലെല്ലാം പ്രത്യേക അന്വേഷണ സംഘം വരും ദിവസങ്ങളിലും ഇന്നുമായി തന്നെ ഇത്തരം എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ തുടർച്ചയായിട്ടായിരിക്കും ഹൈക്കോടതി ഈ കാര്യങ്ങൾ ധരിപ്പിക്കുകയും കേസിന്റെ പുരോഗതി അടക്കം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക. കേട്ടോ, വ്യക്തമാണ്. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. ആദ്യ ബലാത്സംഗ കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പോലീസ് ചോദ്യം ചെയ്യുന്നത്. തെളിവെടുപ്പടക്കം ഉണ്ടാകുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. കർശന ഉപാധികളോടെയായിരുന്നു കോടതി നേരത്തെ ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. അന്വേഷണ സംഘവുമായി അന്വേഷണത്തോട് പൂർണ്ണമായും
സഹകരിക്കണം എന്നതുൾപ്പെടെയുള്ള കൃത്യമായ നിർദ്ദേശമുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.